തേനീച്ചകളെ കാണാത്തവരും അറിയാത്തവരുമായിട്ട് നമ്മൾ ആരും തന്നെ കാണുകയില്ല. അതുപോലെ തന്നെ നിങ്ങൾ തേനീച്ച കൂടുകളും കണ്ടിട്ടുണ്ടാവും. തേനടകൾ എന്നാണ് മലയാളത്തിൽ നമ്മളിത് പറയുന്നത്. തേനടകൾക്കുള്ളിൽ ചെറിയ അറകളുണ്ടാക്കി അതിനുള്ളിലാണ് തേനീച്ചകൾ പൂമ്പൊടിയും തേനും ശേഖരിക്കുന്നത്. പൂമ്പൊടിയും തേനും ശേഖരിച്ച് വെക്കാൻ മാത്രമല്ല, തേനീച്ചകൾ മുട്ടയിടുന്നതും കുഞ്ഞുങ്ങൾ വളരുന്നതും ഇതേ അറകൾക്കുള്ളിൽ തന്നെയാണ്. തേനടകൾക്കുള്ളിൽ ഒരുപാട് അറകളിലായിട്ടാണ് തേനും പൂമ്പൊടിയും മുട്ടയും എല്ലാം കാണപ്പെടുന്നത്. തേനടയ്ക്കുള്ളിലെ ഓരോ അറകളും കാണപ്പെടുന്നത് സവിശേഷമായ ഒരു ആകൃതിയിലാണ്. ഷഡ്ഭുജാകൃതിയിലാണ്, അതായത് ഹെക്സഗൺ ഷേപ്പിലാണ് തേനറകൾ എന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. തേനറകളുടെ ഈ പ്രത്യേക ആകൃതി പുരാതന ഗ്രീസിൻ്റെയും അതിനുമപ്പുറത്തെ കാലം മുതൽ നൂറ്റാണ്ടുകളായി ശാസ്ത്രജ്ഞരെയും ഗണിതശാസ്ത്രജ്ഞരെയും ആകർഷിച്ചിട്ടുണ്ട്. ചതുരങ്ങളോ അല്ലെങ്കിൽ ത്രികോണങ്ങളോ അല്ലാതെ എന്തുകൊണ്ട് ഹെക്സഗൺ രൂപം തന്നെ തിരഞ്ഞെടുത്തു എന്നത് അരിസ്റ്റോട്ടലിൻ്റെ കാലം മുതൽ ചർച്ചയായിരുന്നു, അന്വേഷണ വിഷയമായിരുന്നു എന്ന് പറയപ്പെടുന്നുണ്ട്. ഇന്ന് ആധുനിക ശാസ്ത്രം ഈ പ്രത്യേക രീതിയുടെ തിരഞ്ഞെടുപ്പിന് പിന്നിലെ രഹസ്യം മനസ്സിലാക്കുകയും പ്രകൃതി സംവിധാനങ്ങളുടെ കാര്യക്ഷമതയുടെയും അഡാപ്റ്റേഷൻ്റെയും തെളിവായി ഉദാഹരിക്കുകയും ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ടാണ് തേനീച്ചകൾ കൂടുണ്ടാക്കാനായിട്ട് ഈ പ്രത്യേക ആകൃതി തിരഞ്ഞെടുക്കുന്നതെന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ഇതിന് പിന്നിൽ ഒരു ഗണിതശാസ്ത്ര തത്വമുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അവിശ്വസനീയമായ ഈ വാസ്തുവിദ്യയ്ക്ക് പിന്നിലെ ശാസ്ത്രം എന്താണ്, ഗണിതശാസ്ത്രം എന്താണെന്ന് നമുക്കിന്ന് വിശദമായി നോക്കാം. നമസ്കാരം. ചെറുതല്ല കാര്യത്തിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പൂമ്പൊടി, തേൻ എന്നിവ സംഭരിച്ചു വയ്ക്കാൻ തേനറകൾക്ക് ശക്തവും കാര്യക്ഷമവും വിശാലവുമായ ഘടന ആവശ്യമാണ്. ശരീരത്തിൽ നിന്നും സ്വയം ഉൽപ്പാദിപ്പിക്കുന്ന മെഴുകുപയോഗിച്ചാണ് തേനടകൾ ഉണ്ടാക്കുന്നത് എന്നറിയാമല്ലോ. തേനീച്ചകൾക്ക് തേൻ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടതിനേക്കാൾ ഊർജം മെഴുകുണ്ടാക്കാൻ ചിലവഴിക്കേണ്ടതായിട്ടുണ്ട്. ഇത് പ്രായോഗികമായി ബുദ്ധിമുട്ടാണെന്ന് നമുക്ക് ഊഹിക്കാം. അത് കാരണം കുറഞ്ഞ ചെലവിൽ എത്ര കൂടുതൽ കൊള്ളുന്ന അറകൾ ഉണ്ടാക്കാനാവും എന്നാണ് തേനീച്ചകൾ ആലോചിക്കുക. പരിമിതമായ അളവിലുള്ള വസ്തുക്കൾ ഉപയോഗിച്ച് ഒരു ഘടന നിർമ്മിക്കാൻ നിങ്ങൾ എപ്പോഴെങ്കിലും ശ്രമിച്ചിട്ടുണ്ടോ? അത് ശരിക്കും ഒരു വെല്ലുവിളിയാണ്, അല്ലേ? തേനീച്ചകൾ അവരുടെ കൂടുകൾ നിർമ്മിക്കുമ്പോഴും സമാനമായ പ്രശ്നം നേരിടുന്നുണ്ട്. ഈ പ്രശ്നത്തിനുള്ള പരിഹാരമാണ് ഹെക്സഗൺ ആകൃതിയിലുള്ള കൂട് നിർമ്മിതി. 6 വശങ്ങളുള്ള ഈ ആകൃതി തേനീച്ചകൾ നേരിടുന്ന പ്രശ്നത്തിന് അനുയോജ്യമായ പരിഹാരമാണ്. ഷഡ്ഭുജങ്ങൾ അവിശ്വസനീയമായ വിധം ശക്തമാണ്. ഏറ്റവും കുറഞ്ഞ അളവിൽ മെഴുകുപയോഗിച്ചുകൊണ്ട് വിടവുകളില്ലാതെ, അതായത് സ്ഥലം പാഴാക്കാതെ അറകൾ പണിയാൻ ഏറ്റവും അനുയോജ്യം ഈ ഹെക്സഗൺ ആകൃതിയാണ്. ഹെക്സഗൺ ആകൃതിയിലുള്ള ഒന്നിലേറെ അറകൾ ഇടയിൽ വിടവുകളില്ലാതെ അടുക്കി വെച്ചതുപോലെയാണ് തേനടകൾ കാണുന്നത് എന്ന് പറഞ്ഞല്ലോ. ഇതിനെ ടെസ്സലേഷൻ എന്നാണ് പറയുക, അല്ലെങ്കിൽ ടൈലിംഗ് എന്നും പറയുന്നുണ്ട്. അതായത് ഇടതലമില്ലാതെ വിടവുകളില്ലാതെ ഒരേ ആകൃതിയുടെ ആവർത്തിച്ചുള്ള വിന്യാസത്തെയാണ് ടെസ്സലേഷൻ എന്ന് പറയുക. ഹെക്സഗൺ കൂടാതെ നമുക്ക് പലതരം ജിയോമെട്രിക് ഷേപ്പുകളെ അറിയാം. വൃത്തം, ത്രികോണം, ചതുരം, പെന്റഗൺ അതായത് 5 വശങ്ങളുള്ളത്, ഹെപ്റ്റഗൺ 7 വശങ്ങളുള്ളവ, ഒക്ടഗൺ 8 വശങ്ങളോട് കൂടിയത്, നൊനാഗൺ 9 വശങ്ങളുള്ളവ, ഡെക്കാഗൺ 10 വശങ്ങൾ എന്നിങ്ങനെ 3-ലേറെ വശങ്ങളുള്ള ഇത്തരം രൂപങ്ങളെ പോളിഗൺ എന്നാണ് പറയുന്നത്. നമുക്ക് ഓരോ തരം ജിയോമെട്രിക് ആകൃതികളുടെ ടെസ്സലേഷൻ രീതി നോക്കാം. ഇവിടെ ത്രികോണം, ചതുരം, ഹെക്സഗൺ എന്നീ ആകൃതികൾ അല്ലാതെ മറ്റുള്ളവയൊന്നും പൂർണ്ണമായി ചേർന്നല്ല, മറിച്ച് വിടവുകൾ ഉള്ളതായിട്ടാണ് കാണപ്പെടുന്നത്. ഇതിന് ഒരു ഗണിതശാസ്ത്ര തത്വമുണ്ട്. ത്രികോണം, ചതുരം, ഹെക്സഗൺ എന്നിവയുടെ ഇന്റേണൽ ആംഗിൾ, അതായത് ആന്തരിക കോൺ യഥാക്രമം 60 ഡിഗ്രി, 90 ഡിഗ്രി, 120 ഡിഗ്രി എന്നിങ്ങനെയാണ്. ഈ 3 സംഖ്യകളും 360ന്റെ പൂർണ്ണഹാരകമാണ്. അതായത് ഈ 3 സംഖ്യകൾ കൊണ്ടും 360നെ ദശാംശമില്ലാതെ പൂർണ്ണമായി ഹരിക്കാം എന്നർത്ഥം. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ, ഒന്നിലേറെ ത്രികോണങ്ങളും ചതുരങ്ങളും ഹെക്സഗണുകളും ചേരുന്ന പോയിന്റിന്റെ ആന്തരിക കോണിന്റെ ആകെത്തുക 360 ഡിഗ്രി ആയിരിക്കും. മറ്റൊരു പോളിഗണിനും ഈ പ്രത്യേകതയില്ല. ഉദാഹരണത്തിന് പെന്റഗൺ നോക്കാം. ഇതിന്റെ ആന്തരിക കോണളവ് 108 ഡിഗ്രിയാണ്. 108 360ന്റെ പൂർണ്ണഹാരകമല്ല. മാത്രമല്ല 3 പെന്റഗൺ ചേരുന്ന പോയിന്റിൽ കോണളവിന്റെ തുക 324 ഡിഗ്രിയാണ്. അതായത് 360 ഡിഗ്രി തികയാൻ 36 ഡിഗ്രി കുറവ് വരുന്നു. ഇതാണ് പെന്റഗൺ ടെസ്സലേറ്റ് ചെയ്യാതിരിക്കാൻ കാരണം. ത്രികോണം, ചതുരം, ഹെക്സഗൺ എന്നിവ ഒഴികെയുള്ള ഏത് പോളിഗൺ നോക്കിയാലും ഇത് തന്നെയാണ് അവസ്ഥ. അതിന്റെ അർത്ഥം മറ്റേതൊരു ആകൃതിയിൽ അറകൾ ഉണ്ടാക്കിയാലും സ്ഥലനഷ്ടം ഉണ്ടാകുന്നു എന്നാണ്. കുറഞ്ഞ ചെലവിൽ കുറഞ്ഞ അളവിൽ മെഴുകുപയോഗിച്ചുകൊണ്ട് കൂടുണ്ടാക്കുന്നതിന് ഇത് നല്ല രീതിയല്ല. പക്ഷേ ചതുരവും ത്രികോണവും വിടവുകളില്ലാതെ സ്ഥലനഷ്ടം ഉണ്ടാക്കാത്ത ഷേപ്പുകളാണ്. എന്നിട്ടും എന്തുകൊണ്ട് തേനീച്ചകൾ ഹെക്സഗൺ രീതിയിൽ കൂടുകൾ ഉണ്ടാക്കുന്നു? ഇതിന് പിന്നിലും അല്പം ഗണിതശാസ്ത്രമുണ്ട്.
സർഫസ് ഏരിയ ബൈ പെരിമീറ്റർ റേഷ്യോ, അതായത് വിസ്തീർണവും ചുറ്റളവും തമ്മിലുള്ള അനുപാതം ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ഹെക്സഗൺ ആകൃതിക്കാണ്. എന്നുവെച്ചാൽ കുറഞ്ഞ സ്ഥലത്ത് കൂടുതൽ അറകൾ ഉണ്ടാക്കാനും അതുവഴി കൂടുതൽ തേനും സംഭരിക്കാനാവും എന്നർത്ഥം. മരപ്പൊത്തുകളിലും പാറയിടുക്കിലുമെല്ലാം തേനടകൾ ഉണ്ടാക്കുമ്പോൾ ഈ പ്രത്യേകത തേനീച്ചയ്ക്ക് കൂടുതൽ സൗകര്യപ്രദമാണ്. കുറഞ്ഞ മെഴുകുപയോഗത്തിലൂടെ തേനടകൾ നിർമ്മിക്കാൻ ഇതുവഴി ഈച്ചകൾക്ക് കഴിയുകയും ചെയ്യും. ഒരൽപ്പം എഞ്ചിനീയറിംഗിന്റെയും ഫിസിക്സിന്റെയും തത്വം കൂടിയുണ്ട് തേനടകളുടെ സവിശേഷമായ ഈ ആകൃതിക്ക് പിന്നിൽ. ഹെക്സഗൺ ആകൃതി മികച്ച ഘടനാപരമായ ശക്തി പ്രദാനം ചെയ്യുന്നു. ഹെക്സഗൺ ആകൃതിയിലെ കോശങ്ങൾക്കിടയിലുള്ള ഭിത്തികൾ ഏകദേശം തുല്യമായ വലുപ്പത്തിലാണ് കാണപ്പെടുന്നത്. ഇത് തേനിന്റെയും ലാർവയുടെയും ഭാരം തുല്യമായി വിതരണം ചെയ്യാൻ സഹായിക്കുന്നു. ഭാരത്തിന്റെ ഈ തുല്യമായ വിതരണം കാരണമാണ് തേനടകൾ സ്വന്തം ഭാരത്താൽ വീണു പോകാതെ മരച്ചിലകളിൽ തൂങ്ങിക്കിടക്കുന്നത്. വശങ്ങളുടെയും കോണുകളുടെയും തുല്യത കാരണം ഷഡ്ഭുജാകൃതി സ്ഥിരതയുള്ളതാണ്. ഘടനാപരമായ ഈ സ്ഥിരത തേനീച്ച കോളനികൾക്ക് നിർണായകവുമാണ്. കാരണം ഇത് പാരിസ്ഥിതിക സമ്മർദ്ദങ്ങളെ നേരിടാനും കുഞ്ഞുങ്ങളെ വളർത്തുന്നതിന് സുരക്ഷിതമായ അന്തരീക്ഷം നൽകാനും കഴിയുന്ന വലുതും സങ്കീർണവുമായ കൂടുകൾ നിർമ്മിക്കാൻ തേനീച്ചകളെ സഹായിക്കുന്നു. പരിണാമപരമായ ഒരു വിശദീകരണം കൂടിയുണ്ട് തേനീച്ചകളുടെ ഹെക്സഗൺ ഷേപ്പിലുള്ള കൂട് നിർമ്മാണത്തിന്. ദശലക്ഷക്കണക്കിന് വർഷത്തെ സ്വാഭാവിക തെരഞ്ഞെടുപ്പിലൂടെയാണ് ഇന്നുള്ള തേനീച്ചകൾ ഹെക്സഗൺ രൂപം ഉപയോഗിക്കാൻ പ്രാപ്തരായിട്ടുള്ളത്. ഷഡ്ഭുജാകൃതിയുള്ള കോശങ്ങൾ ഉപയോഗിച്ച് കൂട് നിർമ്മിക്കുന്ന തേനീച്ചകൾ വിഭവ ഉപയോഗത്തിൽ കൂടുതൽ കാര്യക്ഷമമാണ്. ഇത് തേനീച്ചകളെ കൂടുതൽ തേൻ ഉൽപ്പാദിപ്പിക്കാനും കൂടുതൽ സന്തതികളെ വളർത്താനും സഹായിക്കുന്നു. കാര്യക്ഷമമല്ലാത്ത രൂപങ്ങൾ ഉപയോഗിച്ചേക്കാവുന്ന മറ്റിനങ്ങളെ അപേക്ഷിച്ച് ഇത് അവർക്ക് നേട്ടവും നൽകുന്നു. ഈ ഗണിതശാസ്ത്രം ഒന്നും അറിയാതെയാണ് തേനീച്ചകൾ കൂടുണ്ടാക്കുന്നത് എന്നെടുത്തു പറയേണ്ടതില്ല. എന്ന് മാത്രമല്ല, രസകരമായ വസ്തുത, വൃത്താകൃതിയിലാണ് ഈച്ചകൾ അറകൾ ഉണ്ടാക്കി തുടങ്ങുന്നത്. ഓരോ അറകളും നന്നായി വിസ്തൃതമാക്കുമ്പോൾ ഇടകൾ ചുരുങ്ങി ഹെക്സഗണായി മാറുന്നു എന്ന് മാത്രം. ഇതൊക്കെയാണെങ്കിലും ഒരു കൂട്ടിലെ തേനറകൾ എല്ലാം ഹെക്സഗൺ ആകൃതിയിലല്ല കാണപ്പെടുന്നത്. അങ്ങനെയല്ലാത്ത ചില അറകളും ഒരു കൂട്ടിൽ അപൂർവമായി കണ്ടേക്കാം. അവയിൽ 4, 8, 9 വശങ്ങളുള്ള അറകൾ ഉണ്ടാവാറുണ്ട്. ഹെക്സഗൺ അല്ല എങ്കിൽ പിന്നെ തേനീച്ചക്കൂടുകളിൽ സാധാരണ കാണപ്പെടുന്ന പോളിഗൺ, പെന്റഗണും ഹെപ്റ്റഗണുമാണ്. എന്നാൽ ഇത്തരം അറകളൊന്നും മുട്ടയിടാനോ കുഞ്ഞുങ്ങളെ വളർത്താനോ തേനീച്ചകൾ ഉപയോഗിക്കാറില്ല. മറിച്ച് ഭക്ഷണം ശേഖരിക്കാൻ വേണ്ടി മാത്രമാണ് ഉപയോഗിക്കുന്നത്. തേനടകളുടെ ഹെക്സഗൺ ആകൃതി പ്രകൃതി രൂപകൽപ്പനയുടെ ഒരു മാസ്റ്റർ പീസാണ്. ഗണിതശാസ്ത്രത്തിന്റെ പ്രായോഗിക കാര്യക്ഷമതയും ഘടനാപരമായ ശക്തിയും നമുക്കിതിൽ കാണാനാവും. ലളിതവും എന്നാൽ ഫലപ്രദവുമായ പരിഹാരങ്ങളിലൂടെ സങ്കീർണമായ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ പ്രകൃതിക്കുള്ള കഴിവിനെയാണ് ഇത് പ്രതിഫലിപ്പിക്കുന്നത്. അടുത്ത തവണ നിങ്ങളുടെ തേനീച്ചക്കൂട് കാണുമ്പോൾ ഓർക്കുക, ആ തേനീച്ചക്കൂട്ടിനുള്ളിലെ ഷഡ്ഭുജാകൃതിയിലുള്ള അറകൾ ക്രമരഹിതമായ വെറും ഒരു പാറ്റേൺ അല്ല. അവ ദശലക്ഷക്കണക്കിന് വർഷത്തെ പരിണാമത്തിന്റെ ഫലമാണ്. പ്രകൃതിയിലെ ഏറ്റവും കഠിനാധ്വാനിയായ ജീവികളിൽ ഒരാളായ തേനീച്ചകളുടെ കാര്യക്ഷമതയും കർമ്മകുശലതയും നമ്മെ പഠിപ്പിക്കുന്ന പാഠശാലകളാണ് സർവകലാശാലകളാണ്. മറ്റൊരു വിഷയവുമായിട്ട് അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.